എന്തുകൊണ്ട് എങ്ങനെ വരുന്നു ഹിന്ദിയിൽ ചില കാര്യങ്ങൾ നാം പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കാതെ വരുമ്പോൾ എന്തുകൊണ്ട് ചേർത്ത് കാരണം ചോദിച്ചറിയാൻ നാം ശ്രമിക്കുന്നു. ചിലപ്പോൾ നാം മറ്റുള്ളവരോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ സ്വയമായി ചോദിച്ചേക്കാം, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. ഹിന്ദിയിൽ അതിനായി ക്യോ എന്ന വാക്ക് ഉപയോഗിക്കാം. ഹിന്ദിയിൽ അതിനായി ക്യോ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. എന്തുകൊണ്ട്, ക്യോ. എന്തുകൊണ്ടാണ് ഐ എന്നും എല്ലാ ദിവസവും വൈയുടെ വീട്ടിൽ പോകുന്നത്? എല്ലാ ദിവസവും, ഹർ ദിൻ, ഹർ റോജ്, ഹർ ദിൻ ജാത്താ ഹെ, എല്ലാ ദിവസവും പോകുന്നു. ഹർ ദിൻ ഐ വൈ കാ ഘർ മേ ജാത്താ ഹെ. ചോദ്യത്തിൽ എന്തുകൊണ്ട് ഉത്തരമായി പറയുമ്പോൾ ക്യോങ്കി. ക്യോം ചോദ്യത്തിൽ, ക്യോങ്കി ഉത്തരത്തിൽ. അപ്പോൾ ഐ പറഞ്ഞു, ക്യോങ്കി മേരാ ഘർ മേ കമ്പ്യൂട്ടർ നഹി ഹെ. ക്യോം ചേർത്ത് ചോദിച്ചത് കൊണ്ടാണ് ഐ ക്യോങ്കി ചേർത്ത് ഉത്തരം പറഞ്ഞത്. ചിലപ്പോൾ ചിലരൊക്കെ വേണ്ടാത്തടത്ത്, ചോദിക്കാത്തടത്ത് സ്വയമായി കാരണം പറഞ്ഞ് സംസാരിച്ചേക്കാം. അപ്പോൾ ആ സമയങ്ങളിൽ അവർ ഇസലിയെ ചേർത്താണ് പറയുന്നത്. ഇതുകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഇസലിയെ. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് നോക്കാം. പി ചോദിച്ചില്ല, എന്നിട്ടും ഐ പിയോട് പറയാണ്, നോക്കൂ പി, ഞാൻ എന്നും വൈയുടെ വീട്ടിൽ പോകുന്നുണ്ടല്ലോ. എൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഐക്ക് പറയാം, ദേഖോ പി, മേരാ घर में कंप्यूटर नहीं है, इसलिए मैं वाई के घर रोज जाता हूँ. അപ്പോൾ സ്വയമായി പറഞ്ഞപ്പോൾ ഇസ്ലി ഉപയോഗിച്ചു. അല്ലാതെ ഇതിനോട് ചേർന്ന് ഇതുപോലെയൊക്കെയുള്ള മറ്റു വാക്കുകളാണ് ഇസ് കാരൺ സെ അല്ലെങ്കിൽ ഉസ് കാരൺ സെ. ഇസ് വജഹ സെ, ഉസ് വജഹ സെ എന്നുമുണ്ട്. കിസ് വജഹ സെ എന്ന് ചോദിക്കുമ്പോൾ, കിസ് കാരൺ സെ എന്ന് ചോദിക്കുമ്പോൾ അത് ചോദ്യവേട് ഇസ് കാരൺ സെ, ഉസ് കാരൺ സെ എന്നാക്കി ഉത്തരം പറയുന്നു, കാരണം പറയുന്നു. അപ്പോൾ ക്യോം ചേർത്ത് ചോദിക്കുമ്പോൾ ക്യോങ്കിയും, സ്വയമായി പറയുമ്പോൾ ഇസലിയെ, കിസ് കാരൺ സെ, കിസ് വജഹ സെ ചോദിക്കുമ്പോൾ അതൊക്കെയും ചേർത്ത് ഉത്തരം പറയാം. അപ്പോൾ ഉത്തരമായി പറയാൻ ക്യോങ്കി അല്ലെങ്കിൽ ഇസ് വജഹ സെ, ഇസ് കാരൺ സെ പറയാം. കാരണം പറഞ്ഞിട്ട് ഉസ് വജഹ സെ അല്ലെങ്കിൽ ഇസ് കാരൺ സെ. ഭൂഖ് നഹീ ഥാ, इस वजह से खाना नहीं खाया. प्यास ना था, इस कारण से पानी ना पिया. വിശപ്പില്ലാഞ്ഞു ഇരുന്നു, വിശപ്പില്ലാഞ്ഞ കാരണത്താൽ കഴിച്ചില്ല. ദാഹിക്കാഞ്ഞതുകൊണ്ട് വെള്ളം കുടിച്ചില്ല. ഇനിയും ക്വസ്റ്റ്യൻ പകർത്തി മാത്രമേ ഉത്തരം പറയാവോ? അങ്ങനെയില്ല. ഒറ്റ വാക്കിൽ ക്വസ്റ്റ്യൻ പകർത്താതെയും നമുക്ക് ഉത്തരം പറയാം, കാരണം പറയാം. खाना क्यों ना खाया, भूख ना था, पानी क्यों नहीं पिए, प्यास ना था. ഇങ്ങനെ പറയും. നാ ഥ, നാ ഥി. ക്യോം എവിടെ പറയാം? തുടക്കത്തിൽ പറയണോ, ഇടയ്ക്ക് പറയണോ, ഒടുവിൽ പറയണോ? ഇടയ്ക്കോ തുടക്കത്തിലോ ഒടുവിലോ ഒക്കെ ക്യോം ചേർത്ത് നമുക്ക് ചോദിക്കാം. ചോദ്യം ഏത് സന്ദർഭത്തിലാണ് ചോദിക്കുന്നത്, ഏത് ഫോഴ്സ് ചെലുത്തിയാണ് ചോദിക്കുന്നത്, അതനുസരിച്ച് വാക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയേക്കാം. ക്യോം ഗയാ, എന്തുകൊണ്ട് പോയി? ഗയാക്യോ, എന്തുകൊണ്ട് പോയി? അപ്പോൾ അവിടെ ഉള്ള എക്സ്പ്രഷൻ അല്പം വ്യത്യാസം വരും. അപ്പോൾ എക്സ്ട്രാ ഫോഴ്സ്, പ്രഷർ കൊടുത്ത് ചോദിക്കുന്നതുണ്ട്, അല്ലാതെ നോർമലായി ചോദിക്കുന്നുമുണ്ട്. നോർമലായി ചോദിക്കുമ്പോൾ ആദ്യമേ ക്യോം ചോദിക്കണമെന്ന് ഇല്ല. അപ്പോൾ ഓർക്കുക, അത്യാവശ്യമുള്ളിടത്ത് മാത്രം ക്യോം ചേർത്ത് ചോദിക്കുക. ഒഴിവാക്കാവുന്നിടത്തൊക്കെ ഒഴിവാക്കി വേറെ രീതിയിലും ചോദിക്കാമല്ലോ. നിസ്സാരമായ ചെറുതായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വേണ്ടിടത്തും വേണ്ടാത്തടത്തും എല്ലാം കയറി ക്യോം ക്യോം എന്ന് ചോദിച്ചാൽ അതെങ്ങനെ ഇരിക്കും? ഇപ്പോൾ ആന സിംഹത്തിനോട് ചോദിക്കുകയാണ്, എടോ, ആ കുറുക്കൻ എന്തുകൊണ്ടാണ് നീലവെള്ളത്തിൽ പോയി ചാടിയത്? എങ്ങനെയിരിക്കും? ചിലപ്പോൾ വീണുപോയ കുറുക്കന് പോലും അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള
ചോദ്യങ്ങൾ ഒരാൾ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തു അത് മറ്റൊരാളോട് ചോദിക്കുക ക്യോ, അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് എന്തെങ്കിലും അബദ്ധത്തിലോ അറിയാതെയോ സംഭവിക്കുക, അതിൻ്റെ എല്ലാം കാരണം തിരക്കാൻ വേണ്ടി നാം ക്യോം ചോദിച്ചാൽ അതൊരു നല്ല രീതിയാണോ? അത് നമുക്ക് ചിന്തിക്കാം. മഴ പെയ്തപ്പോൾ ഇന്നലെ മഴവില്ലുണ്ടായിരുന്നു, ഇന്നില്ലല്ലോ, എന്തുകൊണ്ട്? ക്യോ. ഇപ്പോൾ ഉത്തരമില്ലാത്തതിന് ഉത്തരം ലഭിക്കാത്ത അവസരങ്ങളിൽ വെറുതെ നാം ക്യോം ചേർക്കാതെ ചോദിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അങ്ങനെ അബദ്ധം പറ്റുന്നതിൻ്റെയും സ്വാഭാവികം സംഭവിക്കുന്നതിൻ്റെയും കാരണങ്ങളൊക്കെ ക്യോം ചോദിച്ച് അറിയാതെ ഇരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ക്യോ നേരിട്ട് ചോദിക്കാതെയും കാരണം ചോദിച്ചറിയാനുള്ള മറ്റു രീതികളുണ്ട്. ഒരു ഉദാഹരണം കൂടി പറയാം. സാർ തൻ്റെ കൂട്ടുകാരനെ കല്യാണത്തിന് വിളിച്ചു. എന്തോ അത്യാവശ്യം കൊണ്ടോ സാഹചര്യം കൊണ്ടോ അദ്ദേഹത്തിന് ആ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. പിന്നെ കണ്ടപ്പോൾ സാറ് അദ്ദേഹത്തോട്, ആ സാറേ, ഞാൻ കല്യാണത്തിന് വിളിച്ചല്ലോ, പക്ഷെ കണ്ടില്ലല്ലോ. ഇത് വേറൊരു രീതി ചോദിക്കാം. ഇവിടെ സാറേ, എന്താ കല്യാണത്തിന് താൻ വരാഞ്ഞത്, എന്തു പറ്റി? ഇതിലേതാണ് ഉചിതമായിരിക്കുന്നതിന്? ഇതിലേതാണ് നല്ലത്? ക്യോം എന്ന വാക്കിനോട് കൂടി ഉപയോഗിച്ചു വരുന്ന മറ്റു ചില വാക്കുകളാണ് ക്യോം ദേഖ, ക്യോം ബോല, ക്യോം കിയ, ക്യോം ഗയ, ക്യോം ആയ തുടങ്ങിയവ. ഈ ക്രിയകളൊക്കെ പാസ്റ്റിലോ പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ക്യോം ഗയ, എന്തുകൊണ്ട് പോയി. ക്യോം ജാത്ത, എന്തുകൊണ്ട് പോകുന്നു. ക്യോം ജായേഗ, എന്തുകൊണ്ട് പോകും. ക്യോം കിയ, എന്തുകൊണ്ട് ചെയ്തു. ക്യോം കർത്ത, എന്തുകൊണ്ട് ചെയ്യുന്നു. ക്യോം കരേഗ, എന്തുകൊണ്ട് ചെയ്യും. ഇങ്ങനെ എല്ലാ കാലങ്ങളിലും ക്യോം ചേർത്ത് അത്യാവശ്യമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ക്രിയ ചേർത്ത് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് കാരണം കണ്ടുപിടിക്കാൻ കഴിയും.